ഇത് നമ്മുടെ തൃശ്ശൂരിലെ അത്യാവശ്യം ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ ഊണ് അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങളവിടെ ചെന്നപ്പോൾ. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ഒന്നില്ലെങ്കിൽ പാഴ്സൽ തരാം, അല്ലെങ്കിൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു. അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയെ 10 ഊണ് പാഴ്സൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ 10 ഊണും എടുത്തിട്ട് ടൗണിലേക്ക് ഇറങ്ങിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ടൗണിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കുറേ പേര് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരിക്കണ കുറേ പേരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എത്തി. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ, ഈ ചേട്ടൻ ഫുഡ് കഴിച്ചോന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മമ്മിയും ടുട്ടും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മമ്മി എന്തായാലും ഒരു പാക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മമ്മി നേരെ ആ ചേട്ടൻ്റെ അടുത്തേക്ക് നടന്നു പോയി. അവിടെ എത്തിയിട്ട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഫുഡ് നമുക്ക് ഈ ചേട്ടന് കൊടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയത് പുത്തമ്പള്ളിയുടെ അവിടേക്കാണ്. പുത്തമ്പള്ളിയുടെ അവിടെ പോയത് പുത്തമ്പള്ളിയുടെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ടുട്ടു നേരെ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് ചേട്ടൻ കഴിച്ചായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ചേട്ടൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എന്ത് ചെയ്തു, ഇവിടുന്ന് പാക്കറ്റായിട്ട് ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫുഡും നമുക്ക് കൊടുക്കാനുള്ള ഒരാളെ അപ്പം തന്നെ കിട്ടി. ആ ചേട്ടനോട് തന്നെ മമ്മി ചോദിച്ചു, ഇനി ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അപ്പുറത്തെ ലത്തിമ്പള്ളീൻ്റെ സൈഡിൽ പോയി അവിടെ ഉണ്ട് കുറച്ച് പേര്, അവരും ഇങ്ങനെ ഫുഡ് കിട്ടാണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ലത്തിമ്പള്ളിയുടെ അവിടേക്ക് എത്തി. ഇപ്പോൾ ലത്തിമ്പള്ളിയുടെ ഫ്രണ്ട് കൂടെ പോയപ്പോൾ ആ സൈഡ് കപ്പേളയുടെ അവിടെയായിട്ട് ഒരു ചേട്ടൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ടുട്ടു വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ചേട്ടനോട് പോയി ചോദിച്ചു, ചേട്ടൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടനും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ തിരിച്ചു വന്നു, നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് മൂന്നാമത്തത് ആ ചേട്ടനവിടെ കൊടുത്തു. ഈ ചേട്ടന് ഫുഡ് കൊടുത്തപ്പോൾ ഈ ചേട്ടന് ഭയങ്കര സന്തോഷമായി. ആ ചേട്ടൻ ഇവനോട് താങ്ക്സ് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കും അവനും ഹാപ്പിയായി കൊടുത്തപ്പോൾ അവനും ഒരു സന്തോഷം ആ ചേട്ടന് ഫുഡ് കൊടുത്തപ്പോൾ. ശരിക്കും ഞങ്ങൾ ഈ ഫുഡ് വാങ്ങിയിട്ട് ഈ ടൗണിൽ കൂടെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഫുഡ് 10 പേർക്ക് കൊടുത്ത് തീർക്കാൻ പറ്റുമോ, ഉച്ചയായില്ല എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പള്ളിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് ആ എല്ലാ ഫുഡും കൊടുത്ത് തീർക്കാൻ പറ്റി. അവിടെ നിന്ന് കുറേ പേര് വന്നിട്ട് ഒരുപാട് പേര് അവിടെ കഴിക്കാത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെ എല്ലാവർക്കുള്ള ഇത് ഞങ്ങൾക്ക് കൊടുത്ത് തീർക്കാനൊക്കെ പറ്റി. പിന്നെ അവിടെ ഒരു ചേട്ടൻ അവിടെ അറ്റത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ ചേട്ടന് മമ്മി അവിടെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് 10 പേർക്കുള്ള ഫുഡ് കൊടുത്തു തീർന്നു. വാങ്ങിയ ഫുഡ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം. അതുമാത്രമല്ല, ഈ വാങ്ങിയവർക്കും ഒരു സന്തോഷമായി എന്ന് അറിഞ്ഞപ്പോൾ മനസ്സിനെന്തോ ഭയങ്കര ഒരു ഫീൽ ഗുഡൊക്കെ ആയിട്ട് തോന്നി. ഭയങ്കര ഹാപ്പിയായ പോലെ ഒരു മൊമെൻറ്റ്.